വെൽക്കം ടു എജ്യൂപോർട്ട്. അപ്പൊ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ആനുവൽ എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾക്കൊന്ന് ഡിസ്കസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ മിസ്സിന്റെ മക്കളിൽ കുറെ ആളുകൾ ആനുവൽ എക്സാമിന് എന്തൊക്കെ ചോദ്യങ്ങളായിരിക്കും വരിക, എങ്ങനെയാണ് ആൻസർ ചെയ്യുക, എങ്ങനെയാണ് നമ്മൾ ക്ലാസ് 7 വളരെ സക്സസ്ഫുൾ ആയിട്ട് വിജയകരമായിട്ട് എത്തുക എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള മക്കൾക്ക് വേണ്ടി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് മിസ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ജമീകോ ജാദു ആത്താ ഹേ എന്ന് പറയുന്ന കവിതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് നോക്കാം, നോക്കിക്കോളൂ. नीचे दिए कवितांश पढ़े और प्रश्नों के उत्तर लिखे. താഴെ തന്നിട്ടുള്ള കവിതാഭാഗം വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. मेरे हाथों से शरबत दूध पानी कुछ गिरे सब टिक जाती है ये कितना पानी पीती है घटक जाती है ജിത്നാ ദോ. യെസ്, അപ്പൊ എന്താണ്, എന്റെ കയ്യിൽ നിന്ന് ഷർബത്തോ പാലോ വെള്ളമോ കുച്ച് ഗിരെ എന്തെങ്കിലും വീണ് കഴിഞ്ഞാൽ സബ് ഡിക്ക് ജാത്തി ഹെ എല്ലാം അബ്സോർബ് ചെയ്യാറുണ്ട്. ഈ കിത്നാ പാനി പീത്തി ഹെ ഇത് എത്രത്തോളം വെള്ളമാണ് കുടിക്കുന്നത്. ഘട്ടക് ജാത്തി ഹെ ജിത്നാ ദോ എത്ര കൊടുത്താലും മതിയാവാത്ത രീതിയിൽ അത് എന്ത് ചെയ്യാറുണ്ട്, വെള്ളം കുടിക്കാറുണ്ട്. പി ജാന ശബ്ദ കാ സമാനാർത്ഥക് ശബ്ദ കോൻ ഹെ. പി ജാന അതായത് കുടിച്ചു വറ്റിക്കുക എന്ന് പറയുന്ന അർത്ഥത്തിൽ വരുന്ന വാക്ക് ഏതാണ് എന്നുള്ളതാണ്. നോക്കിക്കോളൂ, ടിക്ക് ജാന അല്ലെ, ടിക്ക് ജാന എന്നുള്ളതാണ് നമ്മുടെ കവിതയിൽ ഈ ഒരു വാക്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നോക്കൂ. സങ്കേതോं के आधार पर प्रकृति संरक्षण के बारे में टिप्पणी तैयार करें. തന്നിരിക്കുന്ന പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് പ്രകൃതി സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ടിപ്പണി, ഒരു ചെറിയ കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ പോയിന്റ്സ് തന്നിട്ടുണ്ട്, നോക്കിക്കോളൂ. അന്ന ജൽ ഓർ വായു പ്രദാൻ കർണ. പ്രകൃതി നമുക്ക് എന്തൊക്കെ തരുന്നുണ്ട്? അന്ന അതായത് ഭക്ഷണം തരുന്നുണ്ട്, ജലം തരുന്നുണ്ട്, വായു അല്ലെ എയർ, ഇത് മൂന്നും നമുക്ക് തരുന്നുണ്ട്. ജീവ ജന്തുവോ കാ ജീന. നമ്മുടെ ഈ ഭൂമിയിലെ ജീവജന്തുക്കൾ ജീവിക്കുന്നത് എന്തുകൊണ്ടാണ്? പ്രകൃതി ഉള്ളത് കൊണ്ടാണ്. വനോ കാ നാശ് വനങ്ങളുടെ നാശത്തെ കുറിച്ച്. രാസായനിക് പദാർത്ഥോ ഓർ കൂടെ കച്ചറെ രാസപദാർത്ഥങ്ങളും അതുപോലെ തന്നെ ചപ്പു ചവറുകളും ഒരു പോയിന്റ് കൊടുത്തിട്ടുണ്ട്. പ്രകൃതി സംരക്ഷൺ ഹമാരാ കർത്തവ്യ. പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ്. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് തന്നിട്ടുള്ളത്. ഇത്രയും പോയിന്റ്സ് വെച്ചുകൊണ്ട് നമ്മളോട് ഇതൊന്ന് ഫില്ല് ചെയ്യാനാണ്, അതായത് ടിപ്പണി എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ടോപ്പിക് എന്ന് പറയുന്നത് എന്താണ്? പ്രകൃതി സംരക്ഷൺ അല്ലെ, പ്രകൃതിയെ സംരക്ഷിക്കുക അല്ലെ, നമ്മുടെ മലയാളത്തിൽ പ്രകൃതി സംരക്ഷണം അത് തന്നെ. ഓക്കെ, നോക്കിക്കോളൂ. അപ്പൊ നമ്മൾ ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, ഹമാരാ ജന്മ ഓർ പാലൻ പോഷൻ ഇസി പ്രകൃതി മേ ഹോത്താ ഹെ. നമ്മൾ ജനിക്കുന്നതും അതുപോലെ തന്നെ നമ്മൾ വളരുന്നത് എന്താണ്? നമ്മുടെ ഈ പ്രകൃതിയിൽ തന്നെയാണ്. പ്രകൃതി ഹി ഹമേ അന്ന ജൽ ഓർ വായു പ്രദാൻ കർത്തി ഹെ. പ്രകൃതി തന്നെയാണ് നമുക്ക് അന്നവും അതായത് ഭക്ഷണവും ജലവും വായുവും ഒക്കെ നൽകുന്നത്. ഇസ്കെ ബിനാ ജീവ ജന്തുവോ കാ ജീന അസംഭവ് ഹെ. പ്രകൃതി ഇല്ലാതെ ജീവജന്തുക്കളാണെങ്കിലും മനുഷ്യന്മാരാണെങ്കിലും ഒന്നിനും എന്തുണ്ടാവില്ല, ജീവിക്കാൻ പറ്റില്ല അല്ലെ. ജീന അസംഭവ് ഹെ, ഇമ്പോസിബിൾ ആണ് ജീവിക്കുക എന്നുള്ള കാര്യം. കിന്തു ആജ് സ്വാർത്ഥി മനുഷ്യ പ്രകൃതി കാ നാശ് കർ രഹാ ഹെ. പക്ഷേ ഇന്ന് സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യര് പ്രകൃതിയെ എന്ത് ചെയ്യുന്നുണ്ട്? ചൂഷണം ചെയ്യുന്നുണ്ട്, പ്രകൃതിയെ നശിപ്പിക്കുന്നുണ്ട്. നദി നാലോ ഓർ താലാബോं का जल कीटनाशकों रासायनिक पदार्थों और कूड़े कचरों के कारण प्रदूषित है. നമ്മുടെ നദിയിലെയും തോടിലെയും അതുപോലെ താലാബ് അതായത് കുളങ്ങളിലെയും ജലം എന്താണ്? കീടനാശിനികൾ കൊണ്ടും രാസപദാർത്ഥങ്ങൾ കൊണ്ടും കൂടെ കച്ചറ അതായത് ചപ്പു ചവറുകൾ കൊണ്ടും എന്തായിട്ടുണ്ട്? പ്രദൂഷിത് ഹേ, പൊല്യൂട്ടഡ് ആയിട്ടിരിക്കുന്നുണ്ട്. प्रदूषित जल पीने के कारण मनुष्य कई प्रकार की सांक्रामिक बीमारियों के शिकार हो जाता है. ഇങ്ങനെ പ്രദൂഷിതമായിട്ടുള്ള അതായത് ഇതുപോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നത് കാരണം മനുഷ്യർക്ക് കൈ പ്രകാർക്കി ഒരുപാട് രീതിയിലുള്ള അല്ലെങ്കിൽ ഒരുപാട് തരത്തിലുള്ള സാംക്രമിക് രോഗങ്ങൾ അതായത് പകർച്ചവ്യാധികളിൽ ഷിക്കാർ ഹോ ജാത്താ ഹെ. ഷിക്കാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇരയായി മാറാറുണ്ട് അല്ലെ. ഈ മലിനപ്പെട്ടിട്ടുള്ള പൊല്യൂട്ടഡ് ആയിട്ടുള്ള വെള്ളം കുടിക്കുന്നത് കാരണം മനുഷ്യന്മാർക്ക് പല രീതിയിലുള്ള പകർച്ചവ്യാധികളും അതിന്റെയൊക്കെ ഇരകളായിട്ട് അവർ മാറാറുണ്ട്. ഓക്കെ, കീടനാശകോं के उपयोग से आज अन्न भी शुद्ध रूप में नहीं मिलते. കീടനാശിനികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃഷി കാരണം നമുക്ക് ഇന്ന് അന്നവും അതായത് ഭക്ഷണവും നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നില്ല അല്ലെ. നല്ല രീതിയിൽ എന്തായിട്ട് കിട്ടുന്നില്ല? ശുദ്ധമായിട്ട് കിട്ടുന്നില്ല. पेड़ पौधों को काटने से മരങ്ങൾ മുറിക്കുന്നത് കാരണം और वनों का नाश करने से വന നശീകരണം ചെയ്യുന്നത് കാരണം പ്രകൃതി മേ ഓക്സിജൻ की कमी हो रही है. എന്താ ഉണ്ടാവുന്നത്? പ്രകൃതിയിൽ ഓക്സിജന്റെ അളവ് കുറയുന്നുണ്ട്. इस धरती में जीवन को बनाए रखने के लिए प्रकृति संरक्षण अत्यंत आवश्यक है. ഈ ഭൂമിയിൽ പ്രകൃതിയെ
ഈ ഭൂമിയിലെ ജീവൻ നിലനിർത്തി പോകാനായിട്ട് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതഹ പ്രകൃതി സംരക്ഷൺ ഹമാര കർത്തവ്യ ഹെ. പ്രകൃതി സംരക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ കർത്തവ്യമാണ്, നമ്മുടെ ഉത്തരവാദിത്വമാണ്. ഓക്കെ, ഇനി നോക്കിക്കോളൂ. യെസ്, ഇനി ഒരു പോയിന്റ്, ഒരു ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. नीचे दिए कवितांश पढ़िए और प्रश्नों के उत्तर लिखिए. अगर मैं फूल मांगू तो गुलाबी फूल देती है, मैं जो रंग दूं उसे वो रंग देती है. ये सारे रंग क्या उसने नीचे छुपा रखे हैं मिट्टी में, बहुत खोदा मगर कुछ भी नहीं निकला, जमी को जादू आता है. നമ്മുടെ കവിതയുടെ കുറച്ച് ലൈൻസിൽ ഒരു 5 ലൈൻസ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് നോക്കിക്കോളൂ. കവിതാംശ കാ ആശയം ലിഖേ. നമ്മളോട് കവിതയുടെ ആ ഒരു ഭാഗത്തിന്റെ ആശയം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കൂ. ये गुलजार द्वारा रचित जमी को जादू आता है कविता का अंश है. ये गुलजार जी എഴുതിയിട്ടുള്ള जमी को जादू आता है എന്ന് പറയുന്ന കവിതയിലെ വരികളാണ്. इसमें कवि कहते हैं कि फूल मांगू तो मिट्टी गुलाबी फूल देती है. ഇതിൽ കവി പറയുന്നത് പൂവ് ആവശ്യപ്പെടുകയാണെങ്കിൽ എനിക്ക് നല്ല റോസാ പൂക്കൾ നൽകാറുണ്ട് അല്ലെ. जो रंग चाहते हैं वो रंग देती है. ഞാൻ ഏത് നിറമാണോ, അത് ഏത് നിറത്തിലുള്ള പൂവാണോ ഞാൻ ആഗ്രഹിക്കുന്നത് ആ നിറത്തിലുള്ള പൂക്കൾ തരാറുണ്ട്. क्या ये सारे रंग मिट्टी ने नीचे छिपा रखे हैं. ഈ എല്ലാ നിറവും ഭൂമി എന്ത് ചെയ്യാണ്, മണ്ണിനടിയിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണോ. इसके बारे में जानने के लिए कवि ने बहुत खोदा. ഇതിനെ കുറിച്ച് അറിയാനായിട്ട് കവി ഒരുപാട് മണ്ണിനടിയിൽ കുഴിച്ചു നോക്കി. पर कुछ नहीं निकलता है അല്ലെ. പിന്നെ ഒന്നും കിട്ടുന്നില്ല അല്ലെ. ഭൂമിയിൽ പല കളേഴ്സ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെന്നാണ് നമ്മുടെ ഗുൽസാർജി വിചാരിച്ചത്. ജമീകോ ജാദു ആത്താ ഹെ. ഭൂമിക്ക് മാജിക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കവിതയുടെ ഭാഗം തന്നിട്ട് 1-2 പോയിന്റ്സ് 1-2 ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. ടിപ്പണി ചിലപ്പോൾ എഴുതാൻ ചോദിക്കാം. അതുപോലെ തന്നെ നമുക്ക് ആ തന്നിരിക്കുന്ന കവിതയുടെ ആശയം എഴുതാനായിട്ട് ചോദിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ മിസ്സിന്റെ മക്കൾ എല്ലാവരും വളരെ ക്ലിയർ ആയിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. അപ്പൊ എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് എക്സാം എഴുതാനായിട്ട് സാധിക്കട്ടെ. അപ്പൊ ജമീകോ ജാദു ആത്താ ഹെ എന്ന് പറയുന്ന കവിതാ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ മിസ്സിന്റെ ഇന്നത്തെ ക്ലാസ് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്ന ആളുകളെ വേഗം തന്നെ മിസ്സിന്റെ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും കൂടെ തരാം. അപ്പൊ എല്ലാവരും നല്ല മിടുക്കരായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, നന്നായിട്ട് എക്സാം എഴുതാം. അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.